ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വപ്നാസ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ വാഴക്കൂമ്പൻ്റെ ഉള്ളിലുള്ള പൂവുണ്ടല്ലോ, ആ പൂവ് കൊണ്ടുള്ള ഒരു വടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വാഴപ്പൂ എന്ന് വെച്ചാൽ ശരീരത്തിന് അത്രയും നല്ലതാണ്. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കുക എന്നുള്ളത് അമ്മമാർക്ക് ഒരു ചാലഞ്ച് തന്നെയാണ്. അപ്പോൾ ഇത്രയും നല്ല ആരോഗ്യത്തിന് ഇത്രയും നല്ല ബെസ്റ്റായിട്ടുള്ള സാധനങ്ങൾ കുട്ടികളെ കൊണ്ട് എങ്ങനെയെങ്കിലും കഴിപ്പിക്കണം നമ്മൾ. അപ്പോൾ ഇങ്ങനത്തെ റെസിപ്പികളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളത് വടയുടെ രൂപത്തിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നല്ലപോലെ കഴിച്ചോളും. അപ്പോൾ ആ വടയുടെ റെസിപ്പി കാണിച്ചു തരട്ടെ. ഈ വട ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് കടലപ്പരിപ്പ് എടുത്ത് കുതിർക്കാൻ വെക്കാം. ഈ ഒരു കപ്പ് കൊണ്ട് ഞാനൊരു കപ്പ് കടലപ്പരിപ്പ് എടുത്ത് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് വാഴക്കൂമ്പൻ്റെ പൂവെടുത്ത് ക്ലീൻ ചെയ്ത് വെക്കാം. ഈ വാഴക്കൂമ്പൻ്റെ തൊലി കളയുമ്പോൾ ഉള്ളിൽ പൂവുണ്ടാവുമല്ലോ, ആ പൂവാണ് നമ്മൾ എടുക്കേണ്ടത്. ആ ഓരോ തൊലിയായിട്ട് പൊളിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ പൂവുണ്ടാവും. ആ പൂവെടുത്ത് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. ഇനി ഈ പൂവ് എങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പൂവ് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ നാരുകൾ മാതിരി ഉണ്ടാവും. അതിൽ ഒരെണ്ണം നല്ല തിക്കായിട്ടുണ്ടാവും, അതെടുത്ത് കളയണം. അതിൻ്റെ കൂടെ തന്നെ ഒരു പോള മരുത്ത ഒരു സാധനം ഉണ്ടാവും. ഇത് രണ്ടും എടുത്ത് മാറ്റിക്കളയണം. ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്തെടുത്ത ഈ പൂക്കൾ കുറച്ച് മോരെടുത്ത് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്, നിറം പോകാതിരിക്കാനാണ്. നിങ്ങളുടെ അടുത്ത് മോരില്ലെങ്കിൽ നമ്മൾ അരി കഴുകിയ വെള്ളം ഉണ്ടല്ലോ, അതിലായാലും ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ നിറം പോകാതിരിക്കും. അങ്ങനെ അത് ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്കും നമ്മുടെ കടലപ്പരിപ്പ് കുതിർന്നിട്ടുണ്ട്. ഒരു അരമണിക്കൂറോളം ആയി വെച്ചിട്ട് ഞാൻ അത്രയും മതി, കുതിർന്നാൽ മതി. ഇപ്പോൾ ഇതിനി നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ അതിൽ നിന്ന് എടുത്ത് മിക്സിയുടെ ജാറിലിടുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മോരിലിട്ട് വെച്ചിരുന്ന വാഴപ്പൂ ഉണ്ടല്ലോ, അതും ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാൻ 2 ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ട്രിപ്പിലേക്കുള്ളത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും പിന്നെ 2 പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ചധികം കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് അരയ്ക്കാൻ പാടില്ല, കുറച്ച് തെരുതെരുപ്പായിട്ട് അരയ്ക്കുക. ഞാൻ അങ്ങനെ അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ വീതം ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഈ വട ഒന്ന് കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 സവാള കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല വിധത്തിലൊന്ന് കുഴച്ചെടുക്കുക. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഉടനെ തന്നെ ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക, ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പുണ്ടെങ്കിൽ പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല, ഇല്ലെങ്കിൽ ചേർക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് ഉരുളകളാക്കിയിട്ട് കയ്യിലെടുക്കാം. ഒരു അത്യാവശ്യം ഒരു കയ്യിൽ കൊള്ളുന്ന വിധത്തിൽ മാവെടുത്ത് കയ്യിൻ്റെ വെള്ളയിൽ വെച്ച് പരത്തി എടുക്കാവുന്നതാണ്. ഇങ്ങനെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഓരോന്നായിട്ട് പൊരിച്ച് എടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. അധികം തീയായിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം മാത്രമേ വേഗുള്ളൂ, ഉൾഭാഗം വേഗമില്ല. അതുകൊണ്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട്. ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മറുഭാഗം വെന്ത് കിട്ടുമ്പോൾ നല്ലോണം മുരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. എന്നിട്ട് സെർവിങ് ഡിഷിൽ വെച്ചിട്ട് നല്ല ചൂട് ചായയോടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു വടയാണ്. നല്ല ടേസ്റ്റാണ്. ഇത് വാഴപ്പൂ കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ആരും പറയില്ല, അത്രയും നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.